+1 +2 മിക്ക കുട്ടികളുണ്ടാക്കുന്ന ഒരു 3 മിസ്റ്റേക്സ് ഉണ്ട്. ഈ 3 മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ മാർക്കും നിങ്ങളുടെ കുറേ സമയവും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് സിലബസ്. പല കുട്ടികളും ഈവൻ +1 +2 വരുന്ന കുട്ടികൾ വരെ സിലബസ് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്നൊക്കെ അങ്ങനെ വിചാരിക്കും. പക്ഷെ ആ വിചാരം തെറ്റായിരുന്നുള്ള കാര്യം അവർക്ക് തന്നെ അവസാനം മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും സിലബസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് സിലബസ് കുറേ ഉണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. അത് തീർക്കാൻ പറ്റും, പക്ഷെ അത് തീർക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എന്ന് മാത്രമല്ല, ഓണം എക്സാമിന് മുൻപ് തന്നെ തീർക്കണമെന്നും ഡിസംബറിന് മുൻപ് തന്നെയും പബ്ലിക് എക്സാമിൻ്റെ ഡിസംബർ അവസാനം മാക്സിമം പോയ ജനുവരി പകുതിയിൽ തീർക്കണം എന്നുള്ള ഒരു ബോധം വേണം. അത് ബേസിക് കാര്യമാണ്. സിലബസ് തീർത്തില്ല നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട നിങ്ങൾ 90% മുകളിൽ മാർക്ക് കിട്ടുന്നതിനെ പറ്റി. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു കാര്യം ടീച്ചേഴ്സും ചെയ്യുന്ന തെറ്റുണ്ട്. പണ്ടും ഞാനും ചെയ്തൊരു തെറ്റാണ്, പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അതായത് ഈ +1 +2 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, പഠിച്ചവർക്കറിയാം, ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ബാക്കി വരാനിരിക്കുന്ന ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്. എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ, ഫിസിക്സിലും അങ്ങനെ, മാത്സിലും അങ്ങനെ, കെമിസ്ട്രിയിലും അങ്ങനെ, വളരെ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളാണ് എന്ന് മാത്രമല്ല ആദ്യത്തെ ചാപ്റ്റേഴ്സ് അല്ലേ +1 +2 തുടങ്ങിയിട്ടുള്ളൂ. അപ്പം മെല്ലെ പഠിപ്പിക്കും. ടീച്ചേഴ്സ് ചെയ്യുന്ന കാര്യമാണ്, ഞാൻ അടക്കം ചെയ്തിട്ടുള്ള കാര്യമാണ് പണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്ത് നിർത്തി. മെല്ലെ പഠിപ്പിക്കും. കുട്ടികൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, ടീച്ചർ അടിപൊളി, എല്ലാം ഞാൻ മെല്ലെ മെല്ലെ മനസ്സിലാക്കി മെല്ലെ വരുമ്പോഴത്തേക്കും ഒരു 2-3 മാസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും. കൂടിപ്പോൾ 1-2 ചാപ്റ്റർ തീർത്തിട്ടുണ്ടാവും. പക്ഷേ കുട്ടികൾ നല്ല ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ സിലബസ് ആണ് വിചാരിച്ചിരിക്കും. കുട്ടികൾ അത്രേ പഠിക്കുള്ളൂ, കാരണം ഇത്രയല്ലേ ഉള്ളൂ, ഇങ്ങനെ മെല്ലെ പോയാൽ മതിയല്ലോ. പക്ഷെ പ്രശ്നം വരും എന്താണ്, ഫസ്റ്റ് ഓണ പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ അങ്ങനത്തെ ഓരോ യൂണിറ്റ് ടെസ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ സിലബസ് തീർക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് തുടങ്ങും, ഫ്രഷറായി. അപ്പോൾ പറപ്പിച്ചു വിടും. ആ പറപ്പിച്ച് വിടുന്ന സമയത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും ടഫ് ചാപ്റ്റേഴ്സ് +1 +2 ഒക്കെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് നിർത്തുകയും ചെയ്യും. കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ടീച്ചർ പറപ്പിച്ച് വിടുകയാണ്. പല ടീച്ചേഴ്സും അവസാന ചാപ്റ്റർ നോട്ട് ഇടും, പഠിപ്പിക്കില്ല. ഞാൻ ആക്ച്വലി നടക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ +1 +2 ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ നടക്കും, നിങ്ങൾ പഠിച്ചോളാൻ പറയും. നടക്കുന്ന കാര്യമാണോ? നടക്കില്ല. അപ്പോൾ ഈ ഒരു ട്രാപ്പിലേക്ക് വീഴരുത്. അപ്പോൾ സ്കൂളിലെ ടീച്ചർ എങ്ങനെ എടുക്കുകയാണെങ്കിലും നിങ്ങൾ കറക്റ്റ് സിലബസ് തീർക്കുന്ന സമയം സിലബസ് തീർത്ത് തന്നെ പോയാൽ പറ്റുള്ളൂ. അതിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഈസി ആണെന്ന് വിചാരിച്ച് അടുത്ത ചാപ്റ്റർ വരാൻ ഈ ചാപ്റ്റർ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ആ ഒരു തെറ്റിദ്ധാരണ പാടില്ല. സിമ്പിൾ കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് സ്റ്റഡി മെത്തേഡ്. 10ാം ക്ലാസ് വരെ പലരും പഠിച്ച രീതി ഇങ്ങനെയായിരിക്കും. പരീക്ഷ ആകുമ്പോൾ എവിടെയെങ്കിലും നോട്ട് ഒപ്പിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ 1 ഷോട്ട് ക്ലാസ്സോ എന്തെങ്കിലും ക്ലാസ് ഒപ്പിക്കും, അത് വെച്ചിട്ട് പഠിക്കും. പല കാര്യങ്ങളും മനസ്സിലായോ നോക്കി നമ്മൾ പഠിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. 10ാം ക്ലാസ് വരെ ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. A+ വരെ നിങ്ങൾക്ക് വേണം കിട്ടും. +1 +2 ഇത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവിടെ വർക്ക് ചെയ്തല്ലോ, അതും വിചാരിച്ച് ആ കോൺഫിഡൻസിൽ +1 +2 ഇറക്കിയാൽ പണി പാടും, വേറെ ലെവലിൽ പാടും. പ്രത്യേകിച്ച് എക്സാമിൻ്റെ ലെവൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ട് എക്സാമിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പണി പാടും. കാരണം ഈ ഡിഫിക്കൽട്ടി കൂടുക, ലെവൽ കൂടുക എന്ന് പറയുന്നതിന് ഉദ്ദേശം കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബൈഹാർട്ടും പഠിച്ചു പോയി, അല്ലെങ്കിൽ പഠിക്കേണ്ട സാധനം മാത്രം ഇതുപോലെ തന്നെ പഠിച്ചു പോയി, PY അതേപോലെ പഠിച്ചു പോയി, ഡെറിവേഷൻ അതുപോലെ പഠിച്ചു പോയി, ആ പരിപാടി നിങ്ങൾ +1 +2 ഒപ്പിച്ചാൽ വേറെ ലെവലിലായിരിക്കും പണി പാടാൻ പോകും. പണി നിർത്തിക്കും. ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഓരോ കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം, അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. ടീച്ചേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറും ചെയ്യുന്നുണ്ടോ, നമ്മുടെ എക്സാമിലെ ടീച്ചറും പഠിപ്പിക്കും, ഒക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഡോണ്ട് കെയർ. ആ പരീക്ഷയ്ക്ക് വന്നാൽ പഠിച്ചാൽ പോരെ, ചോദ്യങ്ങൾ പഠിച്ചാൽ പോരെ. +1 +2 ദാറ്റ് ഈസ് എ ട്രാപ്പ്. ആ പണി നിർത്തിക്കോ, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചോ. ഇൻഫാക്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കുമോ. നിങ്ങൾ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഉത്തരം. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ആൻസർ നോക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല. മറ്റു നിങ്ങൾ ഓരോ ചോദ്യവും ആൻസർ നോക്കിയോ, ചോദ്യം ആൻസർ ഇങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ മണ്ടത്തരാണ്. ബാധ്യത ഞാൻ കഴിച്ചിലായി പോയി. ഞാൻ +2 അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്താ പറയുക, ഓരോ ചോദ്യവും നിങ്ങൾ ഫ്രഷ് ആയിട്ട് ചിന്തിക്കണം, ഫ്രഷ് ആയിട്ട് ബൈഹാർട്ട് പഠിക്കണം. ചോദ്യം അതിന് ബൈഹാർട്ട് പഠിക്കും, അടുത്ത ചോദ്യം. കാരണം ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പം അതിങ്ങനെ ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കാൻ ഭയങ്കര പ്രഷറുള്ള കാര്യമാണ്. ബാധ്യത അത് തന്നെ വന്നാൽ മാർക്ക് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ലെവൽ പ്രകാരം അങ്ങനെ വരില്ല. അപ്പോൾ ആ പരിപാടി നിർത്തിക്കും. മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ് ആക്ച്വലി. പക്ഷെ അതിന് എഫേർട്ട് ആദ്യം തന്നെ ഇടണം, അവസാനം ഇട്ടൊരു കാര്യം. ലാസ്റ്റ് കാര്യം, നിങ്ങൾ അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണേ. പലരും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ബയോളജിക്ക് എനിക്ക് ഈസിയാണ്, അല്ലെങ്കിൽ കെമിസ്ട്രി എനിക്ക് ഈസിയാണ്, പക്ഷെ മാത്സ് ആണ് എനിക്ക് ബുദ്ധിമുട്ടോ, ഞാൻ കൂടുതൽ മാത്സ് പഠിക്കും, കെമിസ്ട്രി ഒക്കെ ഞാൻ അവസാനം പഠിച്ച് സെറ്റാക്കും.
ഇങ്ങനെ പറഞ്ഞിട്ട് +1 +2 ഞാൻ സംഭവിച്ചു കണ്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് ഈ ഈസി ആയിരുന്നു പറഞ്ഞ സബ്ജക്റ്റില്ലേ അതിലായിരിക്കും മാർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവുക. ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ എങ്ങനെയോ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന് കാരണം എന്താണ്? അതിന് കാരണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നിങ്ങൾ ഈസി ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി അതിന്റെ നിങ്ങൾക്ക് ഈസി ആയതുകൊണ്ട് പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും? ഇല്ല. നിങ്ങൾക്ക് ഈസി എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഈസിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പരീക്ഷ മാർക്ക് കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല കൊണ്ട്. മനസ്സിലല്ലേ? അപ്പൊ ഈസി ആണ് എന്നുള്ളത് ആ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ ഏതാണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാത്തിനും കൊടുക്കുക. അതിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഏതാണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട്. അതായത് നിങ്ങൾ നന്നായി മാത്സ് പഠിച്ചു, കെമിസ്ട്രി എനിക്ക് ഈസിയാണ്. പരീക്ഷ ഓരോ വർഷം എക്സാം ലെവൽ കൂടുക എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒരേപോലെ അല്ല ലെവൽ കൂടുക. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയാണ് കൂടിയത്. അതിൻ്റെ മുൻപത്തെ വർഷം നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഈസി ആയിരുന്നു, മാത്സ് ആണ് ടഫാക്കിയത്. അപ്പോൾ ഏതെങ്കിലും 1-2 സബ്ജക്റ്റ് ആയിരിക്കും അവർ കൂടുതൽ ലെവലാക്കുക. പൊതുവെ അതാണ് നമ്മൾ കണ്ടിരിക്കുന്ന പാറ്റേൺ. അപ്പോൾ നിങ്ങളുടെ ഈസി ആയ കെമിസ്ട്രി ആണ് അവർ ടഫാക്കിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? പണി പാടും. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോരുത്. എല്ലാത്തിനും ഓൾമോസ്റ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എല്ലാം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബയോളജി ആണെങ്കിൽ പലരും ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പണി പാടും. ഈ 3 മിസ്റ്റേക്ക് സിമ്പിൾ കാര്യങ്ങളാണ് മക്കളെ, സിമ്പിൾ കാര്യങ്ങളാണ്. ഇപ്പം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ, ഈ മണ്ടത്തരം കാണിക്കാതിരുന്നാൽ തന്നെ നിങ്ങളുടെ എത്രയോ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് സേവ് ചെയ്ത് കിട്ടും. അത്ര പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.